ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധര നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ. ഏറെ നാളായി കാൺമാനാശയാ കാത്തിരുന്ന എന്റെ പ്രിയനേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവുടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവുടണഞ്ഞിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദസന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ക്രിസ്ത്യാനിയാക്കുവാൻ 2 മാസം 3 മാസം 1 മാസം 4 മാസം ഇങ്ങനെ വിവിധ പ്രായത്തിൽ ഉള്ള കുഞ്ഞുങ്ങളെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി മാമോദീസ മുക്കിയ ഒരാളാണ് ഞാൻ. പിന്നെ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി എണ്ണ തൈലം പൂശിയ ആളാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ വിടാൻ വേണ്ടി ധാരാളം കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ആ കാര്യങ്ങളുടെ ഇടയിൽ ഒരു സത്യം, ഒരു മർമ്മം ഗ്രഹിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ഈ സത്യത്തിൽ ഇറങ്ങിത്തിരിച്ചു. 34 കൊല്ലം ആയി ഈ അവസ്ഥയിൽ നിന്നിട്ട് ശവരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാലുമേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോട് കൂടിയായിരിക്കുന്നു. എൻ്റെ അമ്മ എൻ്റെ സ്വർഗത്തിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ഉള്ളിലൊരു മകളെന്ന രീതിയിൽ വേദനയുണ്ടെങ്കിലും ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, എൻ്റെ അമ്മ ഒരു വിശ്വാസ പോരാളിയായിരുന്നു. ഞങ്ങൾ 3 പേരും, ഞാനും ചേനും എൻ്റെ ചേട്ടനും അടുത്തുണ്ടായിരുന്നു. പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ അമ്മ കാണിച്ചില്ല. നല്ലൊരു മരണ ദൈവം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തേ. ചേട്ടയുടെ ഇങ്ങനെ നെഞ്ചത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നു. സോണി വെള്ളം കൊടുക്കുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നൊരു ദൈവസാന്നിധ്യത്തിൽ മമ്മി കുറേ നേരം ആ പ്രാർത്ഥനയ്ക്ക് റെസ്പോണ്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ മേലോട്ട് നോക്കി. ഞാനപ്പോൾ കണ്ണു തുറന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കി. ഒരു 4 തവണ മമ്മി ശ്വാസം എടുത്തു. പിന്നെ ഒരു അനക്കമില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത് വാക്യം.
ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറെ സംവത്സരം ജീവിച്ച് ദീർഘായുസ് ആയിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭം അലസിപ്പോയ പിണ്ണം അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. നമുക്കാർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മനുഷ്യനേക്കാളധികം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജീവജന്തുക്കളുണ്ട്. ശരീരത്തിൻ്റെ സ്പെയർ പാർട്സുകൾ ഇന്ന് വാങ്ങാൻ കിട്ടും. മുട്ട് മാറ്റി വെക്കുന്നില്ലേ, വൃക്ക മാറ്റി വെക്കുന്നില്ലേ? അപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കോടീശ്വരന്മാരായ മനുഷ്യർക്ക് തേഞ്ഞു പോയ ശരീരത്തിൻ്റെ അവയവങ്ങൾ മാറ്റിവെച്ച് മനുഷ്യനെ ഒരു 200 വർഷം വരെ ആയുസ്സിനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? പണത്തിന് പറ്റത്തില്ല, ശാസ്ത്രത്തിന് സാധ്യമല്ല. ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. ഒരിക്കൽ മരണം ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. മനുഷ്യന് പല കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും, തീരുമാനിക്കാൻ കഴിയും. പക്ഷേ നമുക്ക് തീരുമാനിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം എത്ര അടി ഉണ്ടായിരിക്കണമെന്ന് നാമല്ല തീരുമാനിച്ചത്. നമ്മുടെ ശരീരത്തിൻ്റെ നിറം ഏതായിരിക്കണമെന്നുള്ളത് നാമല്ല തീരുമാനിച്ചത്. നമ്മുടെ മുടി നീളനായിരിക്കണമോ ചുരുണ്ടതായിരിക്കണമോ നാമല്ല തീരുമാനിച്ചത്. ഇതൊക്കെ സർവേശ്വരൻ തീരുമാനിച്ചതാണ്. സഹോദരങ്ങളെ, ഈ പ്രിയ മാതാവിൻ്റെ ദേഹവിയോഗം ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് മനസ്സിലാക്കി നാം സമാശ്വസിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത്. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ മരണത്തിൻ്റെ നിമിഷങ്ങൾ കുറിച്ചു വച്ചിട്ടുണ്ട്. കാരണം തൻ്റെ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ്. കയറിക്കിടക്കാൻ സ്വന്തമായ ഒരു തുണ്ട് ഭൂമിയില്ലാതിരുന്ന ആ ലാസർ എന്ന വ്യക്തി, യേശുക്രിസ്തു പറഞ്ഞ ആ വ്യക്തി, അദ്ദേഹം മരിച്ചു. ധനവാനുമുണ്ടായിരുന്നു, ദരിദ്രനായ ലാസറുമുണ്ടായിരുന്നു. ധനവാൻ മരിച്ച് അടക്കപ്പെട്ടു. നല്ല നിലയിലാണ് ആ അടക്കപ്പെടലൊക്കെ നടന്നത്. ദരിദ്രനായ ലാസറിന് അതിനുള്ള സൗഭാഗ്യമൊന്നും സിദ്ധിച്ചില്ലെങ്കിലും ആ ഭക്തൻ മരിച്ചപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് അവനെ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോയി. എനിക്ക് പട്ടിശാസ്ത്രമൊന്നും അറിയത്തില്ല, എങ്കിലും നാട്ടിൽ കേട്ടിട്ടുള്ള ഒരു ശൈലി ഞാൻ പറയാം. ചിലരൊക്കെ പറയാറുണ്ട്, പട്ടി ഓളിയിട്ട് കൂവുമ്പോൾ കാലം വരുന്നു മരണം കേൾക്കാമെന്ന്. സഹോദരങ്ങളെ, ആമേൻ, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ കാലമാടൻ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശയുള്ള വിശുദ്ധൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവിനെ ദൂതന്മാർ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോകും. ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. സുവിശേഷം പ്രസംഗിച്ച ആ സഹോദരനെ ആളുകൾ ആക്രോശത്തോടെ അടുത്ത് വന്ന് കല്ലെറിഞ്ഞാണ് കൊന്നത്. പക്ഷേ മരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? താൻ മുട്ടുകുത്തി മുകളിലേക്ക് നോക്കുകയാണ്. ആമേൻ, ദൈവം മഹത്വം കാണുകയാണ്. തന്നെ സ്വീകരിപ്പാൻ ആദരപുരസരം യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്ന ദിവ്യമായ ദർശനമാണ് മരണക്കിടക്കയിൽ, ആ മരണാസന്നമായ സന്ദർഭത്തിലും ആ ഭക്തൻ കാണുന്നത്. ആളുകൾ വളരെ കോപിഷ്ഠരായി സ്തെഫാനോസിന്റെ മുഖത്തേക്ക് നോക്കി. പക്ഷെ അവർ കണ്ട കാഴ്ച അവൻ്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെ കണ്ടു. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ നല്ല സാക്ഷ്യം പ്രാപിച്ച സ്തെഫാനോസിന്റെ മുഖം ഒരു ദൂതന്റെ മുഖം പോലെയാണ് ആളുകൾക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ സ്തെഫാനോസ് കണ്ട കാഴ്ച അവൻ വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ആമേൻ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന്. സഹോദരങ്ങളെ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. യേശുവിനോട് പിതാവായ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന്. ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ, റോമാ ലേഖനത്തിലൊക്കെ എടുത്തെടുത്ത് പറയുന്നത്, അടുക്കടുക്കായി അവതരിപ്പിക്കുന്നത് യേശു പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു എന്നാണ്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. യേശു ഇരിക്കുക, എന്നാൽ തനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത് കരയേറി വരുന്ന തൻ്റെ ഭക്തനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിന്നു. എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്നത്? തൻ്റെ ഭക്തന്മാരുടെ മരണം
ദൈവത്തിന് വളരെ വിലയേറിയതാണ്. പഴയ നിയമത്തിലെ തിളക്കമാർന്ന മറ്റൊരു വ്യക്തിയാണ് ദാനിയേൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ദൈവം അദ്ദേഹത്തിന് നൽകുന്ന വിലപ്പെട്ട 3 വാഗ്ദത്തങ്ങളാണ്. ദാനിയേൽ പ്രവചനം 12-13 നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റു വരും. ഇവിടെ അലമുറയില്ല, ഇവിടെ നിലവിളികളില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇവിടെ നിന്ന് ആബ്സെന്റ് ആണെങ്കിലും വേറെടുത്ത് പ്രസന്റ് ആണ്. സഹോദരങ്ങളെ, നമ്മുടെ പ്രിയ വാത്സല്യ സഹോദരി ഇവിടെ ഇന്ന് പോയെങ്കിലും താൻ മറ്റൊരു സ്ഥലത്ത് വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്നാണ് പൗലോസ് പറയുന്നത്. ദാനിയേലും മരിക്കുകയാണ്. ദൈവം എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? നീ പോയി വിശ്രമിച്ചുകൊള്ളുക. വിശ്രമിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാനം എന്ത്, മരണത്തിന് ശേഷം എന്ത്, ഭക്തൻ എന്ത് സംഭവിക്കും? പ്രൈസലോ, ഇവിടെ പാല് കുടിക്കാനും ചാരായം കുടിക്കാനും മടങ്ങി വരത്തില്ല. പാലയുടെ ചുവട്ടിലും കണ്ണാടി കൂട്ടിലും വന്നു നിൽക്കില്ല. മനുഷ്യൻ്റെ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് ബൈബിളിലെ പുതിയ നിയമം പറയുന്ന 4 സുപ്രധാന പദങ്ങൾ. 1 നിദ്ര കൊള്ളുന്നു, 2 ആശ്വസിക്കുന്നു, 3 വിശ്രമിക്കുന്നു, 4 സ്വസ്ഥമായി പാർക്കുന്നു. ദൈവം ദാനിയേലിനോട് പറയാണ്, നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, പോയി വിശ്രമിച്ച് നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റു വരും. ദൈവം ദാനിയേലിനോട് പറഞ്ഞ രണ്ടാമത്തെ ചിന്ത, നീ പോയി വിശ്രമിച്ച് കാലാവസാനത്തിൽ നീ എഴുന്നേറ്റു വരും. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മണ്ണിൽ കുഴിച്ചിടും, ഇതിവിടെ ലയിച്ചു ചേരും. പക്ഷേ നിന്നെ മണ്ണിൽ നിന്നെടുത്തിരിക്കുന്നു, മണ്ണിലേക്ക് നീ തിരികെ ചേരും. പക്ഷേ ആത്മാവ് അതിനെ നൽകി ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. പ്രൈസല്ലോ. ക്രിസ്തുവിൽ മരിക്കുന്ന ഭക്തന്മാർക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാർ യേശുവിൻ്റെ മടങ്ങി വരവിൽ അവർ എഴുന്നേറ്റു വരും. സഹോദരങ്ങളെ, ആര് വിശ്വസിച്ചാലും അവിശ്വസിച്ചാലും വിശുദ്ധ വേദപുസ്തകം വളരെ ഉറപ്പോടെ പറയുന്ന ഒരു കാര്യം ധൈര്യമായി ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുകയാണ്: നീതിമാന്മാരുടെ പുനരുത്ഥാനമുണ്ടാകും. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. 2-ാം മരണമാകുന്ന തീപ്പൊയ്കയ്ക്ക് അവൻ്റെ മേൽ അധികാരമില്ല. നരകശിക്ഷയിൽ അവൻ വിടുതൽ പ്രാപിക്കും. അവൻ ഒരു ദിവസം എഴുന്നേറ്റു വരും. 3-ാമത് ദൈവം അവനോട് വാഗ്ദാനം ചെയ്തത്, എന്തിനാ നീ എഴുന്നേറ്റ് വരുന്നത്? നിന്റെ പ്രതിഫലം പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. പ്രൈസലോ. ഭൂമിയിൽ ചെയ്ത സേവനങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഒരു പാത്രം തണ്ണീരെങ്കിലും തണുത്ത വെള്ളമെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിയാവും. നീതിമാനെന്ന് വെച്ച് നീതിമാനെ കൈക്കൊണ്ടവന് നീതിമാന്റെ പ്രതിഫലം കിട്ടും. പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊണ്ടവന് പ്രവാചകന്റെ പ്രതിഫലം കിട്ടും. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിക്കുന്ന ആദരവുകൾക്ക് നിങ്ങളെ മറന്നുകളവാൻ ദൈവം അനീതിയുള്ളവനല്ല. ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്നും അത്ര അനുവദിച്ചിട്ടൊന്നുമല്ല എങ്കിലും ജീവിതത്തിലെ ഇല്ലായ്മകളിൽ നിന്ന് വല്ലായ്മയിൽ നിന്ന് ദൈവം നൽകിയ നന്മയിൽ ഒരു ചെറിയ ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മനസ്സോടെ കൊടുത്തിട്ടുണ്ട്. കർത്തൃദാസന്മാരെ തീറ്റി പോറ്റിയിട്ടുണ്ട്. ദൈവവേലയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മറന്നുകളവാൻ ദൈവം അനീതിയുള്ളവനല്ല. ദൈവം ദാനിയേലിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റു വരും. എന്തിന്? നിന്റെ പ്രതിഫലം പ്രാപിപ്പാൻ നീ എഴുന്നേറ്റു വരും. സഹോദരങ്ങളെ, ഭക്തന്മാർ ഉത്ഥാനം ചെയ്തു വരുന്നത് വെറുതെ അല്ല. അവർ കർത്താവിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവിട്ട സേവനങ്ങൾക്ക് എല്ലാം അമർത്തിക്കുലുക്കി നല്ലൊരു മടങ്ങ് മടിയിൽ നൽകാൻ, ആ സന്ദർഭത്തിൽ സ്വീകരിപ്പാൻ ഭക്തന്മാർ എഴുന്നേറ്റു വരികയാണ്. 3 വിധ ശബ്ദ സംവിധാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് യേശു ക്രിസ്തു ഇനി തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനായി മടങ്ങി വരുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവരായി നാം രൂപാന്തരപ്പെടും. നാം ഇരുവരും ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. അപ്പൊ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ രംഗസംവിധാനം അവിടെ പൗലോസ് വിശദീകരിച്ചിരിക്കുന്ന ആ ഭേദഭാഗം അല്പമായി ഞാനൊന്ന് വിവരിക്കട്ടെ. പറഞ്ഞതുപോലെ 3 ശബ്ദ സംവിധാനങ്ങളോടുകൂടിയാണ്, ക്രമീകരണങ്ങളോടുകൂടിയാണ് യേശു ക്രിസ്തു ഇനി മടങ്ങി വരുമെന്നുള്ളത്. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സഹോദരങ്ങളെ, ആകാശ മേഘങ്ങൾക്കപ്പുറം തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയ കർത്താവ് ഈ മേഘപാളികളെ കീറിക്കൊണ്ട് തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ ഇനി മടങ്ങി വരും. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കാൻ പോകുകയാണ്. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കുമെന്ന്. എങ്ങനെയാ കർത്താവ് മടങ്ങി വരുന്നത്? 3 ശബ്ദങ്ങൾ 3 വിലപ്പെട്ട വേദപുസ്തക സത്യങ്ങളെ വിളിച്ചറിയിക്കുന്നതാണ്. ഒന്ന്, കർത്താവ് തൻ ഗംഭീര നാദത്തോടുകൂടെ വരും. ദൈവിക പ്രത്യക്ഷതയിലെല്ലാം തന്നെ ഗംഭീരമായ ധ്വനികൾ മുഴങ്ങിയിട്ടുണ്ട്. സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഗംഭീരമായ ധ്വനിയാണ് മുഴങ്ങിയത്. പെന്തക്കോസ്ത് നാളിൽ സഭയുടെ സംസ്ഥാപനത്തിനായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ കൊടിയ മുഴക്കമാണ് ഉണ്ടായത്. ഇനി സഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുമ്പോഴും ഗംഭീരമായ ധ്വനി ഉണ്ടാകും, വലിയ ശബ്ദമുണ്ടാകും, ഭയങ്കര ഒരു വിളി അന്ന് കേൾക്കാൻ കഴിയും. എന്തിനാണ് ഗംഭീരമായ ധ്വനി മുഴക്കുന്നത്? ശ്രദ്ധിച്ചു കേട്ടാട്ട് സഹോദരങ്ങളെ, ഗംഭീരമായ ധ്വനി മുഴങ്ങുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 2 പ്രാവശ്യം ഗംഭീരമായ തൻ്റെ ധ്വനി മുഴക്കിയിട്ടുണ്ട്. ആ 2 സന്ദർഭങ്ങളിലും മരിച്ചുപോയവർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. യേശു ആദ്യമായി ഉറക്ക വിളിച്ചത് ലാസറിന്റെ കല്ലറയ്ക്കല. മരിച്ചിട്ട് 4 ദിവസമായ ദ്രവത്വം വെച്ച ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് അവൻ ഉറക്ക വിളിച്ചു. യേശു ഉറക്ക വിളിച്ചു. ആ കല്ലറയുടെ വാതിക്കൽ ചെന്ന് മനസ്സിൽ മന്ത്രിച്ചിരുന്നെങ്കിൽ, അല്ല പെതുക്കെ പറഞ്ഞിരുന്നെങ്കിൽ, ലാസറെ കുഞ്ഞെ മോനെ പുറത്തു പോരട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും അവൻ പുറത്തു വരുമായിരുന്നു. പക്ഷേ യേശു ഉറക്ക വിളിക്കുകയാണ് ഉണ്ടായത്. യോഹന്നാൻ 5:25-28 വാക്യങ്ങൾ. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കല്ലറയ്ക്കൽ നിന്ന് യേശു വിളിച്ചു. ആ വിളി കേട്ടിട്ട് ലാസർ ദ്രവത്വം വച്ചവനാണ്, നാറ്റം വച്ചവനാണ്, 4 ദിവസത്തിന് മുമ്പ് മരിച്ചു പോയവനാണ്. പക്ഷേ തൻ ശരീരത്തോടുകൂടെ പുറത്തേക്ക് വന്നു. യേശു 1ാമത് ഗംഭീരമായ ധ്വനി മുഴക്കിയത് ലാസറിന്റെ കല്ലറയ്ക്കലായിരുന്നു. 2ാമത് യേശു ഉറക്ക വിളിച്ചത് ക്രൂശിൽ കിടന്നുകൊണ്ടാണ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ പദം ഇങ്ങനെയാണ്: അവൻ പിന്നെയും ഉറക്ക വിളിച്ചു. വാസ്തവത്തിൽ അവിടെ പിന്നെയും എന്ന പദത്തിന്റെ ആവശ്യമില്ല, ഉറക്ക വിളിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെയും എന്നൊരു പദം അവിടെ ചേർക്കാൻ ഒരു കാരണമുണ്ട്. യേശു ആദ്യമായി ഉറക്ക വിളിച്ചത് ലാസറിന്റെ കല്ലറയ്ക്കല്. അന്ന് മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. അവൻ പിന്നെയും ഉറക്ക വിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ ശവക്കല്ലറകൾ തുറന്നു. മരിച്ചുപോയ വിശുദ്ധന്മാർ ശരീരധാരികളായി പുറത്തേക്ക് വന്നു. എന്തിനാണ് യേശു മടങ്ങി വരുമ്പോൾ അവൻ ഗംഭീരമായ ധ്വനി മുഴക്കുന്നതെന്നറിയാമോ? മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നവൻ അരുളി ചെയ്യുന്ന ഒരു നിമിഷമാണ്. ക്രിസ്തുവിൽ ഭക്തിയോടെ മരിച്ച് പ്രത്യാശയോടെ മരിച്ച് വിശുദ്ധന്മാർ അവരുടെ ആത്മനാഥനെ എതിരേൽപ്പാൻ വേണ്ടി എഴുന്നേറ്റു വരുന്ന വിലപ്പെട്ട വിസ്മയകരമായ അതിശയകരമായ ആശ്ചര്യകരമായ നിമിഷത്തിലാണ് യേശു ഉറക്ക വിളിക്കുന്നത്. 3 ശബ്ദങ്ങൾ. 1, കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ വരികയാണ്. 2, പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ വരും. യുദ്ധദൂതന്മാർ എന്നൊരു വിങ്ങുണ്ട്, സന്ദേശം അറിയിക്കുന്നവരുണ്ട്, പാട്ടുപാടുന്നവരുണ്ട്, കർത്താവിനെ നിരന്തരം ആരാധിക്കുന്ന സറാഫുകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും യുദ്ധദൂതന്മാർ എന്ന ഒരു വിങ്ങുണ്ട്. അതിൻ്റെ മേധാവിയാണ് പ്രധാന ദൂതൻ എന്ന് വിളിക്കുന്നത്. ബൈബിളിൽ അദ്ദേഹത്തെ മീഖായേൽ എന്നാണ് വിളിക്കുന്നത്. മീഖായേൽ വെളിപ്പെട്ട 3 സന്ദർഭങ്ങളാണ് വിശുദ്ധ ബൈബിളിലുള്ളത്. ആ 3 സന്ദർഭങ്ങളിലും യുദ്ധമാണ് ഉണ്ടായിട്ടുള്ളത്. യുദ്ധം മനുഷ്യരോടല്ല, പിശാചിനോടാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്.
ഒന്നാമത്തെ സന്ദർഭം, ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായി ഗബ്രിയേൽ മാലാഖ ഇറങ്ങി വന്നപ്പോൾ പാർസി രാജ്യ പ്രഭു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദേശാധിപതി അതിനെ തടയുകയുണ്ടായി. ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വന്നപ്പോൾ പ്രാർത്ഥന മുറിച്ചില്ല, നിലച്ചില്ല. അവൻ പിന്നെയും കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ മൂങ്ങിക്കരയുക. അവൻ്റെ ആ വിങ്ങൽ നിലവിളി ദൈവസന്നിധിയിലേക്ക് എത്തിയപ്പോൾ പിതാവായ ദൈവം തൻ്റെ ദൂതസഞ്ചയത്തിൽ ചോദിച്ചു. അവൻ തന്നെ താഴ്ത്താൻ മനസ്സുവെച്ച ആദ്യ ദിവസം തന്നെ നാം മറുപടി കൊടുത്തു വിട്ടതാണല്ലോ. എന്നിട്ടും എന്തേ ദാനിയേൽ ഇപ്പോഴും മോങ്ങിക്കരയുന്നത്? ഒരു ദൂതൻ പറഞ്ഞു, പിതാവേ, കാര്യം അങ്ങനെയല്ല. ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഗബ്രിയേൽ ഇറങ്ങിപ്പോയി എങ്കിലും പാർസി രാജ്യ പ്രഭു അവനെ ആകാശത്തിൽ തടഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം ഓർഡർ ഇട്ടു. മീഖായേലിനോട് പറഞ്ഞു, നീ അവിടെ പോയി പടയേൽക്കാൻ. സഹോദരങ്ങളെ, മീഖായേലും അവൻ്റെ ദൂതന്മാരും വന്ന് ആ പാർസി രാജ്യ പ്രഭുവിനോട് പടവെട്ടി. ആമേൻ. അപ്പോൾ മീഖായേൽ വരുന്ന എന്തിനാണ്? പൈശാചിക ശക്തിയോട് പോരടിക്കാനാണ്. രണ്ടാമത്തെ സന്ദർഭമായി നാം കരുതുന്ന യൂദായുടെ ലേഖനത്തിലാണ്. മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിച്ചു വാദിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. മീഖായേലാണത് പറയുന്നത്. മോശ എന്നൊരു മനുഷ്യനെ ഉയർപ്പിച്ചു. മോശയുടെ ശവം എവിടെയാണ് അടക്കിയെന്ന് അറിയത്തില്ല. അറിയുമായിരുന്നെങ്കിൽ ആളുകൾ അത് മാന്തിയെടുത്തോണ്ട് പോയേനെ. കാരണം മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒരു അസ്ഥി കൂടമുണ്ട്, യോസേഫ് എന്ന ദൈവപുരുഷന്റെ അസ്ഥി. ആമേൻ. ആ പോകുന്ന വഴിയിലാണ് മോശ മരിക്കുന്നത്. മോശ മരിച്ചത് എവിടെയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ അസ്ഥിയും അവർ വാരിക്കെട്ടിക്കൊണ്ട് പോയതിനെ. പക്ഷെ തമ്പുരാൻ അതിനെ അനുവദിച്ചില്ല. ആ സ്ഥലം ആരെയും അറിയിച്ചിട്ടില്ല. എങ്കിലും യൂദായുടെ ലേഖനത്തിലൂടെ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം മോശയുടെ ശരീരത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കാമെന്നാണ്. കാരണം ആമേൻ, മറുമലയിൽ നാം മോശയെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഉയർപ്പിന്റെ വേളയിൽ പിശാചും പരിവാരവും പറ്റില്ല, ഇവനെ ഉയർപ്പിക്കാനാവില്ല എന്ന് തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. ആ തടസ്സവാദങ്ങളുടെ മുമ്പിൽ ആമേൻ ദൂതന്മാരടങ്ങിയിരുന്നില്ല. മീഖായേൽ അവിടേക്ക് വന്നു. കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു. മീഖായേൽ വെളിപ്പെട്ട മൂന്നാമത്തെ സന്ദർഭം വെളിപ്പാട് പുസ്തകത്തിലാണ്. സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. ആമേൻ. മീഖായേലും അവൻ്റെ ദൂതന്മാരും പിശാച് എന്ന പഴയ പാമ്പിനോട് പടവെട്ടുകയാണ്. അപ്പോൾ പിശാചിനോട് പടവെട്ടാനാണ് മീഖായേൽ വരുന്നത്. യേശുവിൻ്റെ മടങ്ങിവരവിൽ രണ്ടാമത്തെ ശബ്ദം പ്രധാന ദൂതൻ്റെ അഥവാ മീഖായേലിൻ്റെ ശബ്ദധ്വനിയാണ്. എന്തിനാ മീഖായേൽ വരുന്നത്? അന്ന് മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഉയർപ്പിച്ചപ്പോൾ പിശാചും അവൻ്റെ പരിവാരങ്ങളും ആവുന്നത്ര അടവുകളും തന്ത്രങ്ങളുമായി മുന്നോട്ട് വന്നെങ്കിൽ ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കോടാനുകോടി ഭക്തന്മാർ, യേശുവിൻ്റെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഭക്തന്മാർ പുതുപുത്തൻ ശരീരധാരികളായി അവരുടെ ആത്മനാഥനെ എതിരേൽപ്പാൻ ആകാശം മേഘങ്ങളിലേക്ക് പറന്നുയരുന്ന നിമിഷം പിശാചുക്കൾ അടങ്ങിയിരിക്കില്ല. അവർ ആവുന്നത്ര അടവുകളും തന്ത്രങ്ങളുമായി മുന്നോട്ട് വരും. പക്ഷേ വരുമ്പോൾ ആമേൻ അവരുടെ മുമ്പിൽ മുട്ടമടക്കില്ല. വേണ്ടത് എല്ലാവിധ കരുത്തോടും കരുതലോടും കൂടെയാണ് കർത്താവ് മടങ്ങി വരുന്നത്. സഭയുടെ എടുക്കപ്പെടലിന് റാപ്ചർ എന്ന പദമാണ്. തട്ടിക്കൊണ്ടു പോകുക എന്ന കുഞ്ഞിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം കാക്ക കൊത്തിപ്പറിച്ച് തട്ടിക്കൊണ്ട് പോകുന്നത് പോലെ ഈ ദുഷ്ടലോകത്തിലായിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരുടെ ഉയർപ്പിൽ പിശാച് പറയുന്ന ഏത് തന്ത്രങ്ങളെയും അടവുകളെയും തകർത്ത് തൻ്റെ ഭക്തന്മാരെ ചേർത്ത് കൊണ്ടുപോകാൻ യേശു ക്രിസ്തു മടങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ ഇറങ്ങി വരും. ഇസ്രായേൽ മക്കളുടെ മരുഭൂവാസത്തിൽ ആമേൻ അവര് കാഹളങ്ങൾ ഊതുമായിരുന്നു. 7 സന്ദർഭങ്ങളിലാണ് അവർ കാഹളം ഊതുമായിരുന്നത്. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നീ അടുപ്പ് പണിയായി 2 കാഹളം ഉണ്ടാക്കണം, അവയെ സഭയെ കൂട്ടിവരുത്തുവാനും സഭയെ പുറപ്പെടുവിക്കുവാനുമായി ഉതകണം. 40 വർഷം അവർ മരുഭൂമിയിൽ നടന്നതിനോടകത്ത് 34 സ്ഥലങ്ങളിൽ മാറി മാറി പാളയം അടിച്ചു പാർത്തു എന്ന് സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ പാളയമടിച്ച 34 സ്ഥലങ്ങളുടെ പേര് വിവരം വായിക്കുകയാണ്. സഹോദരങ്ങളെ, ചിലയിടത്ത് ഒരാഴ്ച താമസിക്കും, ചിലയിടത്ത് ഒരു മാസം താമസിക്കും, ചിലയിടത്ത് ചില വർഷങ്ങളോളം താമസിക്കും. എവിടെ താമസിക്കണം, എത്ര നാൾ താമസിക്കണം തീരുമാനിക്കുന്ന അവരായിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് ഏറ്റെടുത്തിരുന്ന ദൈവമാണ് അത് നിർണ്ണയിക്കുമായിരുന്നത്. എങ്ങനെയാ ഒരു സ്ഥലം വിട്ട് അടുത്തിടത്തേക്ക് പോകുന്നതെന്നറിയാമോ? അവർ കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. ആമേൻ. അവർ മരുഭൂമിയിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ കാല് തേഞ്ഞില്ല, ചെരുപ്പ് തേഞ്ഞില്ല, കാല് വിങ്ങിയില്ല. ആമേൻ. ആ ഭയങ്കരമായ മരുഭൂമിയിൽ മുകളിലത്തെ സൂര്യന്റെ താപവും പഴുത്ത മണലിന്റെ ചൂടും കൂടെ തട്ടിയിട്ട് അവർ തളർന്നു വീഴാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങൾക്ക് മീതെ സുഖശീതളമായ ഒരു കാലാവസ്ഥ നൽകുന്ന ഒരു മഴമേഘത്തെ ദൈവം വിരിച്ചു നിർത്തി. പകൽ മേഘസ്തംഭം
അഗ്നിസ്തംഭം, രാത്രി അഗ്നിത്തൂണ്. ആ സുഖശീതളമായ കാലാവസ്ഥയിൽ അവർ ആമേൻ വിശ്രമിക്കുകയാണ്. എന്നാൽ ചില വേളകളിൽ അസാധാരണമായ ചൂട് അനുഭവപ്പെടുന്നു. ആ ഹ്യൂമിഡിറ്റി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാതെ അവർ കൂടാരത്തിലും വെളിയിലേക്ക് ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ താണിറങ്ങി നിന്ന മേഘം മെല്ലെ മെല്ലെ പൊങ്ങിയതായി കാണുകയാ. അല്ലോ, മേഘം പൊങ്ങിയതായി കാണുമ്പോൾ ആമേൻ അവർ ലേവ്യരെ അറിയിക്കുന്നു. അവർ കാഹളം എടുത്ത് നീട്ടി ഊതും. ആ കാഹളം ധ്വനിക്കുന്ന സമയത്ത് ഏത് ജോലി ചെയ്യുന്നവനായാലും നാളെ ആവട്ടെ എന്ന് പറയില്ല. അപ്പോൾ തന്നെ കൂടാരത്തിന്റെ കുറ്റികൾ പറിച്ചിളക്കിയെടുത്ത് അടുത്തിടത്തേക്ക് അവർ യാത്രയാകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഇവിടെ നിന്ന് വേറിടത്തേക്ക് പോകാനാണ് അന്ന് അവർ കാഹളം മുഴക്കിയത്. എന്നാൽ യേശുവിൻ്റെ മടങ്ങി വരവിൽ കാഹളം ധ്വനിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ ദുഷ്ടലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം കരയേറിപ്പോകും. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചും ഭാവി പ്രത്യാശയെക്കുറിച്ചും വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയ തിരുവചനങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാനിടയായല്ലോ. പുനരുത്ഥാനം എങ്ങനെ സംഭവിക്കുമെന്ന് ഒരുപക്ഷേ ചിലരെങ്കിലും ചോദിച്ചേക്കാം. ഈ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നാം ഒരു വിത്ത് വിതയ്ക്കുന്നു, എന്നാൽ ആ വിത്തിൽ നിന്ന് മറ്റൊരു ശരീരമാണ് ഉണ്ടായി വരുന്നത്. വിതയ്ക്കുന്നത് മണ്ണിലേക്ക് അഴുകിച്ചേരുന്നു, അതിൽ നിന്ന് മറ്റൊരു ശരീരം ഉളവാകുന്നു. ഇന്ന് 50 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നൽകിയ നമ്മുടെ കർത്താവിൻ്റെ ദാസിയുടെ ഈ ഭൗതിക ശരീരം നാം ഇപ്പോൾ ഈ മണ്ണിൽ വിതയ്ക്കുകയാണ്, മണ്ണിൽ സംസ്കരിക്കുകയാണ്. ഈ ഭൗതിക ശരീരം മണ്ണോട് ചേരുന്നു. എന്നാൽ കർത്താവിൻ്റെ കാഹളനാദത്തിങ്കിൽ കർത്താവ് പുതിയ ശരീരം ബലഹീനമായത് വിതയ്ക്കപ്പെടുമ്പോൾ തേജസ്സേറിയ ശരീരത്തോടുകൂടെ ഒരു നല്ല പുനരുത്ഥാനം കർത്താവ് നൽകുമെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13 യോഹന്നാന്, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.